ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വീഡിയോസ് ഇട്ടിട്ടൊക്കെ ഓണത്തിരക്കൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസൊക്കെ പിന്നെ ഇടാൻ ബാക്കിയുണ്ട്. ഓണത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാം. അപ്പോൾ വീഡിയോസ് എടുത്തു വെച്ചത് കുറേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അത് ഇടാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൽ നിന്നും നേരിട്ട് ഗുരുവായൂരിലേക്കാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് തൊഴുതൊക്കെ വന്നിട്ട് ഇപ്പോൾ രണ്ടാമത് ഉച്ച കഴിഞ്ഞ് ദീപാരാധന തൊഴുകാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ എല്ലാം ഷൂട്ട് ചെയ്യാനെല്ലാം മറന്നുപോയിട്ടോ. തിരക്ക് കാരണം പെട്ടെന്ന് റെഡിയായി പോയതാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അമ്പലത്തിൽ ഞങ്ങൾ രാവിലെ ബാംഗ്ലൂരിൽ നിന്നും ഇവിടെ ഗുരുവായൂരിലേക്ക് നേരിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒന്ന് പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി ഒന്ന് പുറത്ത് നിന്ന് തൊഴുതു. പിന്നെ ഉച്ച കഴിഞ്ഞ് ലൈനിൽ നിന്ന് തൊഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്തു നിന്ന് തൊഴുതതിന് ശേഷം ഞങ്ങൾ അന്നദാനം എല്ലാം കഴിച്ച് പോകുന്നതാണ്. പിന്നീട് ഞങ്ങളിപ്പോൾ പോവുകയാണ്. ഉച്ച കഴിഞ്ഞിട്ട് ദീപാരാധന എല്ലാം തൊഴുകാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതാ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. മക്കളും എല്ലാം ഇവിടെ ഫോട്ടോ എടുക്കലൊക്കെയാണ്. പോകുന്നതിൻ്റെ മുന്നേ ഇട്ടൊന്ന് ഞങ്ങളുടെ ഇവിടെ ലോഡ്ജിൽ നിന്നും എന്താ പറയുക പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഇട്ടൊന്ന് ഫോട്ടോ എടുത്തതാണ്. ഞാൻ മുന്നത്തെ ഫോട്ടോ എല്ലാം എടുക്കാൻ മറന്നു. കാരണം ആകെ ടയേർഡായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും വന്നപ്പോഴത്തേക്കെല്ലാം. പിന്നെ റൂമിലെല്ലാം പിന്നെ കയറി ഫ്രഷായി അങ്ങനെ പെട്ടെന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. പോണതിൻ്റെ മുന്നേയിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗുരുവായൂർ തിരക്കെല്ലാം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാരണം ഞങ്ങൾ പോയത് ആഗസ്റ്റ് 15 ആ ഒഴിവിലായിരുന്നു. അപ്പോൾ സൺഡേ സാറ്റർഡേ എല്ലാം ഒഴിവായതുകൊണ്ട് പിന്നെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ലൈനും എല്ലാം. അപ്പോൾ ഞങ്ങൾ താമസിച്ചത് നന്നായിട്ട് തൊഴുകാനെല്ലാം നമസ്കാർ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലായിരുന്നു. പടിഞ്ഞാറേ നടക്കിലായിരുന്നു അത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങ് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അമ്പലത്തേക്ക് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ബുക്ക് ചെയ്തത് അതുകൊണ്ട് നമുക്ക് ഇത്ര അടുത്തൊക്കെ കിട്ടിയുള്ളൂ. കിഴക്കേ നടയെല്ലാം ഫുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ അമ്പലത്തിൽ എത്തി. ഇവിടെ ഉള്ളിൽ കയറി തൊഴുകലെല്ലാം കഴിഞ്ഞു. പിന്നെ പുറത്ത് ഇറങ്ങിയതാട്ടോ. വരിക്ക് നിന്ന് 1-2 മണിക്കൂർ എല്ലാം 2-3 മണിക്കൂറെല്ലാം വരി നിന്നതിന് ശേഷമാണ് തൊഴുകാൻ പറ്റുന്നത്. അപ്പം അറിയാലോ തിരക്ക് എത്ര ഉണ്ടെന്ന്. അപ്പം അതിന് ശേഷം ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി വീഡിയോ എടുത്തതാണ്. പിന്നീട് അപ്പോൾ മഴ നല്ല പോലെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത്ര ഡിസ്റ്റർബ് ഉണ്ടായില്ല. നമ്മൾ വരുന്ന സമയത്തൊന്നും വല്ലാതെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യിച്ചില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ കിഴക്കേ നടക്കിൽ പിന്നെ കണ്ണനെല്ലാം കണ്ടതിന് ശേഷം വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് കടകളിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി നോക്കി. അതൊരു ഗുരുവായൂർ ചെന്നാൽ അതൊരു പ്രത്യേകതയാണല്ലോ. അവിടെ ഏത് ഇഷ്ടമില്ലാത്ത ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. അതായത് ഭക്തി ഇല്ലാത്തവർക്ക് കൂടി അവിടെ ചെന്നാൽ ഭക്തി ഉണ്ടാവുന്ന ഒരു ശീലമാണല്ലോ ഗുരുവായൂർ. ആർക്കാണ് അവിടെ ഇഷ്ടമില്ലാതിരിക്കുക കണ്ണനെ കാണാൻ, അല്ലേ? അങ്ങനെ വളരെ ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് അവിടെ. അതാണ് നല്ല ഒരു രസം. അതുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ എപ്പോഴും ഒരു ദിവസം താമസിക്കാൻ കണ്ടാണ് പോകുന്നത് അധികം കേട്ടോ. അല്ലാത്ത സമയത്ത് പോകാറുണ്ട്. പക്ഷേ ഒരു ദിവസം നിന്നാലാണ് ആ ഗുരുവായൂരിൻ്റെ ഒരു വൈബ് എന്താണെന്നുള്ളത് അറിയാം. അപ്പം ആ രാത്രി സമയത്ത് കടകളെല്ലാം എന്താ പറയുക നല്ല ഭംഗിയാണല്ലോ കാണാൻ. അപ്പം ഗുരുവായൂർ ദീപാരാധന എല്ലാം തൊഴുതു കേട്ടോ. ദീപാരാധന തൊഴുതതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ റൂമിലേക്ക് പോയി.
അപ്പോൾ ഇന്നത്തെ എൻ്റെ ഗുരുവായൂർ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി.